മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് അവര് ഒന്നും പുറത്ത് കാണിക്കുന്നു. അവര് അടിമകളാണ്. അവര് ഒരുത്തന്റെ വസ്തുവായി എന്നേ പോയില്ലേ. അവിടെ ഭാര്യമാരല്ലേ ഉള്ളത്, ഭരിക്കുന്ന ഭർത്താവും ഭാര്യയാണുള്ളത്, അല്ലാതെ സ്ത്രീകളല്ലത്. അടിമകൾ മനുഷ്യരല്ല, വസ്തുക്കളാണ്. വിലയ്ക്ക് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഒരാളുടെ വസ്തുവായി അവർ മാറിക്കഴിഞ്ഞു. അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന മാത്രമാണ് അതുകൊണ്ട് പൊതിഞ്ഞു കൊണ്ടുപോകേണ്ടി വരുന്നത്. ചാക്കിനകത്ത് കയറ്റി കൊണ്ടുപോകേണ്ടി വരുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ആങ്കറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് മുസ്ലിം സ്ത്രീകളെല്ലാം പറഞ്ഞിട്ടുകൊണ്ട് നടക്കണം, ഒന്നും പുറത്തിട്ട് കാണിക്കുന്നില്ല എന്നാ പറയുന്നത്. മുസ്ലിം സ്ത്രീകൾ വെറുതെല്ലാം അഴിച്ചിട്ടിട്ട് പുറത്തിട്ട് കാണിച്ചെന്നാ നിങ്ങൾക്കൊക്കെ സമാധാനം ആകോടെ ആങ്കറെ? അത് കേട്ട പാതി കേൾക്കാത്ത പാതി അപ്പുറത്തിരിക്കുന്ന അണ്ണൻ അവരെല്ലാം അടിമകളാണോ, ഗുണ്ടകളല്ല. ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നും മുസ്ലിം സ്ത്രീകൾ പറഞ്ഞിട്ടുകൊണ്ട് ഡെയിലി ഇവരുടെ വീട്ടിൽ പോയി പഠിക്കൽ പോയിരുന്നുകൊണ്ട് ഞങ്ങളെല്ലാം അടിമകളാണ്, ഗുണ്ടകളല്ല, അടിമകളാണ്, ഗുണ്ടകളല്ല എന്ന് ആർത്ത് നിലവിളിച്ച് കരയുന്നത് പോലെയാണ് തോന്നിപ്പോവുക. എടോ, ഒരു പറഞ്ഞു കിട്ട മുസ്ലിം സ്ത്രീകൾ പോലും നിങ്ങളുടെ എല്ലാം അടുത്ത് വന്നിരുന്നു കൊണ്ട് ഞങ്ങളെല്ലാം അടിമകളാണ്, കഷ്ടപ്പാടാൻ മേടിക്കുന്നവരാണ്, ഞങ്ങളുടെ ഈ അടിമയിൽ നിന്ന് മോചിക്കണം എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാറില്ലല്ലോ. പിന്നെ എന്തിനാണാടോ നിങ്ങൾ ഈ സൈക്കിൾ എടുത്ത് മുസ്ലിം സ്ത്രീകളുടെ പുറകെ പോകുന്നത്? എടോ, അപ്പുറത്തുള്ള മതത്തിലുള്ള സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നം ഒന്ന് പരിഗണിക്കാൻ നോക്ക്, ചുമ്മാ ഈ മുസ്ലിം സ്ത്രീകളുടെ പുറകെ സൈക്കിൾ എടുത്ത് കൂടാതെ. ഇനി നിനക്കൊന്നത് അറിയാൻ മേലാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചുതരാം, ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഗണിക്ക്. ക്രിസ്ത്യാനികളിലുണ്ട് പ്രശ്നം, ഹിന്ദുക്കളിലും അതിലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. അതൊക്കെ ഒന്ന് പരിഗണിക്കാൻ നോക്കണേ. അല്ലാതെ മുസ്ലിം സ്ത്രീകളുടെ പുറകെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടാതെ റീച്ച് ഉണ്ടാകണമെങ്കിൽ പറഞ്ഞിട്ട സ്ത്രീകളുടെ പുറകെ പോണല്ലേ. ഉളുപ്പില്ല, ഉളുപ്പ് 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 കടുവോ. ഞാനിപ്പോൾ കന്യാസ്ത്രീ മഠത്തിലേക്ക് വരാൻ തന്നെ തയ്യാറാവുകയാണെങ്കിൽ സിസ്റ്റർ എന്നോട് എന്തായിരിക്കും പറയും? ഞാൻ കാല് പിടിച്ച് പറയും, വരരുത്. ഇതിനകത്തുനിന്ന് എന്താ ഈ കാണുന്നത്, എന്താ ഇത്രയും വർഷം ജീവിച്ചത്, ചുറ്റിലും കാണുന്ന എന്താണെന്ന് നമുക്കറിയാം. വെറും യാന്ത്രികത മാത്രം. ഗതികെട്ടവരെന്ന് വേണേ പറയാം. ഒരു നിവൃത്തിയില്ലാതെയായി മാറുന്നവര്, സ്വയമായിട്ട് ചിന്തിക്കാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കാൻ നിവൃത്തിയില്ല, സ്വയമായിട്ട് ഇഷ്ടപ്പെട്ട സമയത്ത് മറ്റ് പ്രാർത്ഥനാ മണിക്കൂറുകൾ പോകാതിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഫുള്ള് യാന്ത്രികത. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പറയുന്ന ഈ ഒരു സംവിധാനം താനെ നിന്ന് പൊക്കോളും. ഗോവയിലൊക്കെ നിന്നുപോയി, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുപോയി. അവിടേക്ക് നിന്നുപോയപ്പോഴാണ് ഇന്ത്യയിൽ വന്നിട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് വിദേശ സന്യാസഭകളിലേക്കൊക്കെ. പിന്നെ ആ ഒരു 19ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആ കൾച്ചർ വന്നിട്ട് മിഷണറീസ് ഇവിടെ വന്ന് ഇവിടുന്ന് കുറെ എണ്ണത്തെ തട്ടിക്കൊണ്ടുപോയി, എല്ലാ വീട്ടിൽ നിന്ന് 2 പാവപ്പെട്ട മക്കളെ അല്ലാത്തവരെയൊക്കെ.